ഹലോ, എന്നെ സംബന്ധിച്ച് ഒരുപാട് ക്ലാസ്സസ് പെൻഡിങ് ഉണ്ട്. സോ ഐ തിങ്ക് റീസ്റ്റാർട്ട് ബിഗിൻ വിത്ത് എ ടു ഡു ലിസ്റ്റ്. ടു ഡു ലിസ്റ്റ് സെറ്റ് ആക്കുന്നതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ ഐ ആം സെറ്റിംഗ് മൈ പ്രയോറിറ്റീസ്. ഒരുപാട് ക്ലാസ്സസ് പെൻഡിങ് ഉള്ളതുകൊണ്ട് ഒറ്റയടിക്ക് എനിക്കിതെല്ലാം കണ്ടു തീർക്കാൻ പറ്റില്ല. സോ ഡേ 1 പോലെ ഞാൻ ഓരോ സെക്ഷൻ ഓഫ് ക്ലാസ്സസ് കാണാൻ തീരുമാനിച്ചു. പലവർക്കും പല ടൈമിങ്ങിൽ പഠിക്കാനായിരിക്കും ഇഷ്ടം. ചിലവർക്ക് ഏർലി മോർണിംഗ് പഠിക്കാനാവും. എനിക്ക് കൂടുതൽ ഇഷ്ടം ലേറ്റ് നൈറ്റ്സ് ആണ്. കാരണം എൻ്റെ ചുറ്റും ഡിസ്ട്രാക്ഷൻസ് കുറവ് ആ സമയത്താണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എപ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് ആ ടൈമിംഗ് പ്രിഫർ ചെയ്യണതായിരിക്കും ബെറ്റർ. കുറേ ദിവസത്തിന് ശേഷം പഠിക്കുന്നത് കൊണ്ട് തന്നെ ഞാനൊരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ട്. സോ എൻ്റെ ഇന്നത്തെ മെയിൻ ഇൻറ്റൻഷൻ ഒന്നാമത് ആ ടു ഡു ലിസ്റ്റ് ക്രാക്ക് ചെയ്യാനും രണ്ടാമത് ആ സ്റ്റോപ്പ് വാച്ച് ഒരു 1 hour എത്തിക്കലുമാണ്. ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തതുകൊണ്ട് തന്നെ സ്റ്റഡി ഹവേഴ്സിൻ്റെ ഡ്യൂറേഷൻ ഒറ്റയടിക്ക് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് മെല്ലെ മെല്ലെ ആ സ്റ്റഡി ഹവേഴ്സിൻ്റെ ഡ്യൂറേഷൻ കൂട്ടിക്കൊണ്ട് പോകാമെന്നാണ്. ടൈമറും സ്റ്റോപ്പ് വാച്ചൊക്കെ യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നമ്മളുടെ ഫോക്കസ് ഡൈവേർട്ട് ആവുന്ന ടൈമിൽ തന്നെ അത് പോസ് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ ടൈം ഭയങ്കര സ്പീഡിൽ പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ നമ്മൾ അത്ര തന്നെ പഠിച്ചോന്ന് നോക്കിയാൽ അതും ഇല്ലതാനും. എന്നെ സംബന്ധിച്ച് മോർണിംഗ് ഡിസ്ട്രാക്റ്റഡ് ആവാൻ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മോർണിംഗ് ഞാൻ തീരെ പഠിക്കാറില്ല. മോർണിംഗുള്ള ഡിസ്ട്രാക്ഷൻസൊക്കെ അവോയ്ഡ് ചെയ്ത് സ്റ്റഡി ട്രാക്കിലോട്ട് ഗ്രാജുവലി വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പഠിക്കുന്ന സമയത്ത് നമ്മളെ ഫോക്കസ് ഡൈവേർട്ട് ചെയ്യിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്ത് നിർത്തുന്നതായിരിക്കും ബെറ്റർ. ലൈവ് ക്ലാസ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൈലബിൾ ആണെങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് റെക്കോർഡ് ക്ലാസ്സസ് ആണ്. സോ നമ്മുടെ കൺവീനിയൻസിന് അത് സ്റ്റാർട്ട് ചെയ്യാനും പോസ് ചെയ്യാനും പറ്റുന്നതുകൊണ്ട് എനിക്ക് ഇത്രയും പ്രിഫർ റെക്കോർഡ് ക്ലാസ്സസ് ആണ്. സക്സസ്സിന് ആവശ്യം കൺസിസ്റ്റൻസി ആണെങ്കിലും ആക്ച്വലി എൻ്റെ സ്റ്റഡീസിൽ കൺസിസ്റ്റൻസി എനിക്ക് കുറവാണ്. ഒരുപാട് അനാവശ്യമായിട്ട് സ്ക്രീൻ ടൈം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റഡീസിൽ ഒരു പോസ് വന്നു എന്ന് വെച്ച് അതൊരു എൻഡ് ആവണമെന്നില്ല. അതൊരു റീസെറ്റ് ആവാനുള്ള ഒരു ചാൻസ് ആണെങ്കിലോ. എനിക്കില്ലാത്തൊരു ഹാബിറ്റാണ് പഠിത്തം കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്ത് എടുത്തു വയ്ക്കൽ. സോ ഞാൻ വിചാരിച്ചിരിക്കുന്നത് മാക്സിമം അത് ഇമ്പ്രൂവ് ഒക്കെ ആക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷനേക്കാൾ ഉപരി ഐ ആം ഷെയറിങ് മൈ വ്യൂ പോയിൻറ്റ്സ് അബൌട്ട് മൈ റീസ്റ്റാർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.